ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ 25ാമത് സമ്മേളനം ചെറുതുരുത്തിയിൽ നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ 25ാമത് സമ്മേളനം അതിവിപുലമായി ചെറുതുരുത്തി സുന്ദരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുള്ളൂർക്കര, ചെറുതുരുത്തി, നെടുമ്പുര, ദേശമംഗലം എന്നീ 4 യൂണിറ്റിലെ 100 കണക്കിന് അംഗങ്ങളുടെ പ്രകടനം രാവിലെ ചുങ്കത്തു നിന്നും തുടങ്ങി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം AKTA സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 14 മണ്ഡലങ്ങൾ എവിടെയൊക്കെ നമ്മൾ നവകേരള സദസ്സ് നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഓരോ നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും നമുക്കതിനൊരു മറുപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമ പോരാട്ടം നടത്തി. എന്നിട്ടിപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് തുക പുനഃസ്ഥാപിച്ച് കിട്ടി. 2020 ജൂൺ മാസം മുതൽ പെൻഷനായിട്ടുള്ള ആളുകൾക്ക് 1000 മുതൽ 15,000 രൂപ വരെ ഈ കഴിഞ്ഞ ഡിസംബർ 30-നുള്ളിൽ കൊടുത്തു തീർത്തു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. ഈ ആളുകൾക്ക് റിട്ടയർമെൻറ്റ് തുക കുടിശ്ശികയായിട്ടുള്ള ആളുകളുടെ എല്ലാം കൊടുത്തു തീർത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് വരാത്തതെന്ന് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അന്വേഷിച്ച് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്, ഇതിനൊക്കെ സമരം ചെയ്ത് നേടിയെടുത്തത് ആരാണ്? AKTA എന്ന മഹാപ്രസ്ഥാനമാണ്. വേറെ മറ്റു 86ഓളം സംഘടന വരുന്നതിൽ മറ്റു സംഘടനകൾ ആരും ഒരു ചെറുവിരൽ പോലും ഇതിന് അനക്കിയിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ ഓർക്കണം. കാരണം എന്താണ്, ഏകദേശം 3 ലക്ഷം തൊഴിലാളികൾ നമ്മളുണ്ടല്ലേ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ AKTA എന്ന പ്രസ്ഥാനം ഒരുപാട് തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ മുൻനിർത്തി സമരങ്ങളും ധർണകളും അങ്ങനെ പല പോരാട്ടങ്ങളും നടത്തി. AKTA വെള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് KK ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കുകയും രാവിലെ നടന്ന ചടങ്ങിന്റെ പതാക ഉയർത്തൽ കർമ്മവും നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി MT രമ്യ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ CR ബിന്ദു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡെസൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മറ്റ് കമ്മിറ്റി ഭാരവാഹികളായ KV രജനി, VV ശാന്തി, KV നീലിത എന്നിവർ സംസാരിച്ചു. അടുത്ത 3 വർഷ കാലയളവിലെ ഭാരവാഹികളായി KK ശശിധരൻ പ്രസിഡന്റായും MT രമ്യ സെക്രട്ടറിയായും CR ബിന്ദു ട്രഷററായും അടങ്ങുന്ന 13-ാം അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നെടുമ്പര സെക്രട്ടറി രജനിയെ ചടങ്ങിൽ ആദരിച്ചു. M ദാമോദരൻ സ്വാഗതവും PR സരള നന്ദിയും അർപ്പിച്ചു. ചടങ്ങിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.